പുതിയ ദിവസം പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ ദേ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ നല്ല മഴയാണ്, അതോടെ നല്ല തണുപ്പും. രാവിലെ തന്നെ തേയിലച്ചെടിയിൽ ഒരു ഓട്ടം കഴിഞ്ഞിട്ട് നേരെ ദേ പൂപ്പാറയ്ക്ക് പോവുകയാണ് ഞാൻ. മഴക്കാലമായ ഓട്ടോടിക്ക് തന്നെ വൻ ശോകം പിടിച്ചൊരു പരിപാടിയാണ്. കാരണം മഴയത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ ചോർച്ച തുടങ്ങും, ഊത്തടിച്ച് നനയും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പൂപ്പാറയിൽ നിന്നും എനിക്ക് അടുത്ത ഓട്ടം കിട്ടിയത് നേരെ പേത്തൊട്ടിക്കായിരുന്നു. അപ്പോൾ നേരെ പേത്തൊട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. പൂപ്പാറയിൽ നിന്നും ശാന്തമ്പാറയ്ക്ക് പോകുന്ന റൂട്ടിൽ എല്ലാവർക്കും ഭീഷണിയായിട്ട് ഒരു മരം നിൽപ്പുന്നുണ്ടായിരുന്നു. അതിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായി. കഴിഞ്ഞ ദിവസം രാത്രിയിലെ കാറ്റത്തും മഴയത്തും ആണെന്ന് തോന്നുന്നു ഈ മരം ഒടിഞ്ഞു ചാടി. അപ്പോൾ നമുക്കിനി ഇത് പേടിക്കാതെ നമുക്ക് റൂട്ടിൽ വണ്ടി ഓടിക്കാം. അങ്ങനെ ഞാൻ നേരെ ദേ പേത്തൊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഓട്ടം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവരെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ ആ ഓട്ടം പോകും. അങ്ങനെ നമ്മൾ അടുത്ത ഓട്ടം നേരെ പോയത് നമ്മുടെ മൂന്നാറിലേക്കായിരുന്നു. ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം അവർക്കതൊരു ബുദ്ധിമുട്ടായാലോ. മൂന്നാർ സിറ്റിയിലാണെങ്കിൽ വൻ ബ്ലോക്ക് ആയിരുന്നു. കാരണം മൂന്നാർ സിറ്റിയിൽ നിന്നും അടിമാലിക്ക് പോകുന്ന റൂട്ടിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് എല്ലാവരെയും മെയിൻ റോഡ് വഴിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ ടൗണിൽ നിന്നും മെയിൻ റോഡിലേക്ക് കടക്കാൻ എനിക്ക് ഏകദേശം 3/4 മണിക്കൂറോളം ടൈം എടുത്തു, കാരണം അത്രത്തോളം ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ മൂന്നാറിനോട് ടാറ്റായും പറഞ്ഞ് ഞാൻ നേരെ ദേ സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. മൂന്നാറിൽ നിന്നും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോരാമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ ഒന്നും നിർത്താൻ പറ്റിയില്ല. അപ്പം ഇനി നേരെ ദേവകുളം പോയിട്ട് അവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് യാത്ര തിരിക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. ദേവകുളത്ത് വന്ന് അങ്ങനെ ചായ കുടിക്കാൻ നിർത്തി ഒരു ചായ മേടിച്ചു. ചായ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശോകമായിട്ടൊരു ചായയായിരുന്നു. ആശിച്ച് മോച്ചൊരു ചായ മേടിച്ചു കുടിക്കാന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ദേവികുളം സിറ്റിയിലേക്കൊക്കെ നോക്കി ഒരു കണക്കിന് ആ ചായ കുടിച്ച് തീർത്തിട്ട് ഞാൻ ചേട്ടനോട് സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് യാത്ര തിരിച്ചു. അങ്ങനെ നേരെ ടോളിലെത്തി. നമുക്ക് പിന്നെ ടോൾ അടയ്ക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ആ മൂലയിൽ കൂടി കടന്നു പോകാം. ഈ മൂന്നാർ റൂട്ടിലെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. നീണ്ടു കിടക്കുന്ന പച്ച വിരിച്ച തേയിലത്തോട്ടം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. നേരെ ഗ്യാപ്പ് റോഡ് എത്തി. ഗ്യാപ്പ് റോഡിൽ പഴയ പോലെ കോടമഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഗ്യാപ്പ് റോഡിലെ തുരങ്ക ഗുഹയാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ അതും കണ്ട് ഞാൻ നേരെ തിരിച്ചു. ഇനി നേരെ പെരിയകനാല്. മൂന്നാർ റൂട്ടിൽ വരുന്ന ഗസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്, പെരിയകനാല് വെള്ളച്ചാട്ടം. നമുക്ക് ഇങ്ങോട്ട് മഴ കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളവും കുറവാണ്. നല്ലൊരു മഴ കിട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം ഇങ്ങനെയല്ല, ഇതിനും ഭംഗിയായിട്ട് കാണാൻ പറ്റും നമുക്ക്. ഈ ഒരു പോയിന്റ് തൊട്ട് പിന്നെ അങ്ങോട്ട് ആനറങ്ങൽ ഡാമിന്റെ വ്യൂ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങ് ദൂരെ കാണുന്ന റിസോർട്ടുകളെല്ലാം തന്നെ സൂര്യനെല്ലി റൂട്ടിൽ കാണുന്നതാണ്. അവിടുന്ന് സൂര്യനെല്ലിക്ക് പോകുന്ന വഴിക്ക് സൈഡിൽ കാണുന്നതാണ് ഇതെല്ലാം. ഈ ഒരു റൂട്ടിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു വളവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റൂട്ട് വരുന്നവർ സൂക്ഷിച്ചു വരിക. അങ്ങനെ നേരെ പെരിയനാല് സിറ്റിയിലെത്തി. ഈ സിറ്റി വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ടീ ഫാക്ടറിയിൽ നിന്നുള്ള തേയിലപ്പൊടിയുടെ നല്ല മണം നമുക്കിവിടെ ആസ്വദിക്കാം. അതാണ് ഈ സിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആനറങ്ങൽ ഡാമിന്റെ മറ്റൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് ഇടപെട്ട് അതെല്ലാം പൊളിച്ചു മാറ്റി. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. മൂന്നാറിലെ ഓട്ടവും കഴിഞ്ഞ് ഞാൻ നേരെ പൂപ്പാറ തിരിച്ചെത്തി. പൂപ്പാറ എത്തിയപ്പോൾ കാലാവസ്ഥയിൽ നല്ല മാറ്റം, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. ഇനി അടുത്ത വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.